ഓക്കെ, അപ്പം നമുക്ക് HC വർമ്മയുടെ സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് 2. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് 2ലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്ത് HC വർമ്മയുടെ പ്രോബ്ലംസ് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ 2 ഒന്ന് ട്രൈ ചെയ്യാം. ഇത് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ 2. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് ആണ്. അതിലെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ 2 ആണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ഫസ്റ്റിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയമെൻഷൻ ഫോർമുല കാണാനാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. ഡയമെൻഷൻ ഫോർമുല എന്താണ്? ചാർജ് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് Q നമുക്കറിയാലോ, I is equal to Q by T. അപ്പോൾ Q is equal to IT. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ ഫോർമുല ഓഫ് I ഇൻറ്റു ഡയമെൻഷൻ ഫോർമുല ഓഫ് T. ഐനെ നമുക്ക് ഒന്നുകിൽ I എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് A എന്ന് എഴുതാം. ഇതാണ് Q കേട്ടോ. ഇനി രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ബി പാർട്ട് V. ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതെങ്ങനെ ചെയ്യാം? V is equal to W by Q. V is equal to W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ mL² T raised to -2. Q തൊട്ട മുന്നേ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? AT. ഇപ്പൊ V എന്താണ്? mL² T raised to -2 into T raised to -1 A raised to -1. This is equal to mL² T raised to -3 A raised to -1. ഇത് W അല്ല, V. ഓക്കെ, ഇനി അടുത്ത എന്താ? C. കപ്പാസിറ്റൻസ് ആണ് C ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ Q is equal to CV ഉപയോഗിച്ചാൽ മതി. C is equal to Q by V. V നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ. Q എന്ന് പറഞ്ഞാൽ AT. V എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് mL² T raised to -3 A raised to -1. ഡിനോമിനേറ്റർ ഉള്ള ആൾക്കാരെല്ലാം നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടിടാം. അപ്പൊ എന്താ വരിക? അത് കപ്പാസിറ്റൻസ് C m raised to -1 L raised to -2 T raised to 3 A into T. This is equal to m raised to -1 L raised to -2 T raised to 4 A². ഇതാണ് കപ്പാസിറ്റൻസ്. ഇനി റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. റെസിസ്റ്റൻസിന് V is equal to IR ഉപയോഗിച്ചാൽ മതി. അപ്പൊ R is equal to V by I. ഓക്കെ, V നമുക്കറിയാലോ, mL² T raised to -3 A raised to -1 by I എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പൊ എന്താ വരിക? റെസിസ്റ്റൻസ് R is equal to mL² T raised to -3. ഈ A ന്യൂമറേറ്ററിലേക്ക് പോയാൽ എന്താ? A raised to -2 എന്ന് വരും. A raised to -2. ഇതാണ്. ഇനി നമുക്കിതൊന്ന് വെരിഫൈ ചെയ്യാം. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാം പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ലാസ്റ്റത്തിന് എന്താണ്? mL² T raised to -3 A raised to -2
അത് കറക്റ്റ് ആണ്. പിന്നെ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചത് എത്രയാണ്? m⁻⁻1 l⁻⁻2 t⁻⁴ a², അതും കറക്റ്റ് ആണ്. ഇത് കറണ്ടിന് ഒന്നെങ്കിൽ എ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ എന്ന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പൊട്ടൻഷ്യലിന് ബി പാർട്ട് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ml² t⁻³ a⁻⁻1. ഓക്കെ, അത് കിട്ടി. ഇനി ലാസ്റ്റ് ചാർജ് Q = IT. ഇത്രയാണ്. താങ്ക് യു.